ഈ കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായി ഗവർണർമാർ പ്രവർത്തിക്കുന്നു എന്ന വിവാദങ്ങൾക്കിടയിലാണ് സ്റ്റാലിൻ സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാൻ സ്റ്റാലിനും അവിടുത്തെയുള്ള DMK സർക്കാരിനും കഴിഞ്ഞു. പക്ഷെ അതിനെതിരെ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഗവർണറാണ് ഭരണഘടന തന്നെ ചൂണ്ടിക്കാട്ടി ഗവർണർമാർക്ക് ഭരണഘടന തന്നെ അവകാശങ്ങൾ നൽകുന്നു എന്നുള്ള വിവരങ്ങൾ മുൻനിർത്തിയാണ് അദ്ദേഹം ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? സുപ്രീം കോടതി ഒരു അമിതമായിട്ടുള്ള അധികാരം കാണിച്ചു എന്നുള്ളതാണ് നമ്മുടെ കേരള ഗവർണർ ആർലേക്കർ പറയുന്നത്. നമുക്ക് അറിയാം, കുറേ നാളുകൾക്കൊക്കെ മുമ്പ് ഗവർണർ എന്നൊക്കെ പറയുമ്പം നമുക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ലായിരുന്നു. ഗവർണർ അദ്ദേഹം ഈ പല ഗവർണർമാരെ നമുക്ക് അല്ലെ ജനസമൂഹത്തിന് അറിയില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഗവർണർ, അതായത് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നപ്പോൾ മുതലാണ് ഗവർണർ എന്ന് പറഞ്ഞ പദവി എന്താണെന്നും അല്ലെങ്കിൽ എന്താണ് ഈ ഗവർണർ, ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് ഉള്ളത് പോലും ഈ സമൂഹത്തിന് കുറച്ചൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമാകുന്നു. കാരണം അതിന് കാരണമുണ്ട്. പണ്ട് ഗവർണർമാർക്ക് അല്ലെങ്കിൽ രാഷ്ട്രപതി എന്നൊക്കെ പറയുമ്പോൾ അവരുടേതായ നിയമങ്ങൾ എന്താണ് അല്ലെങ്കിൽ ചട്ടങ്ങൾ എന്താണ്, പലരും അത് മറന്നുപോയിട്ടാണോ അല്ലെങ്കിൽ അവരൊരു മൂലയിൽ കുത്തിയിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഇന്ത്യയെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ദേശത്തെ നയിക്കുന്ന രണ്ട് വ്യക്തികൾ എന്നുള്ള രീതിയിലാണ് വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും ഉദ്ഘാടനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അതിൻ്റെതായ ഒരു സ്ഥാനം കൊടുക്കുന്നെങ്കിലും ഗവർണർക്ക് വലിയ സ്ഥാനമൊന്നും കൊടുത്തില്ല. പക്ഷെ ഇപ്പം വരുന്നതെല്ലാം കൊമ്പന്മാരെന്ന് തന്നെ ഞാൻ പറയും. കാരണം ഭരണഘടന എന്താണെന്നുള്ളത് ഒരു പക്ഷേ ഈ പറയുന്ന നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ സുപ്രീം കോടതിയെക്കാളും ഒരു പക്ഷെ നന്നായിട്ട് പഠിച്ച് വരുന്നവരാണ് ഗവർണർമാർ. നന്നായിട്ട് പഠിച്ച് അതിലെ നെല്ലും പതിരും ഒക്കെ വേർതിരിച്ചറിഞ്ഞ് ഭരണഘടന എന്താണ്, അതിലേക്ക് നിയമങ്ങൾ എന്താണ്, ഗവർണർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്തുകൂടാ എന്നൊക്കെയുള്ള കൃത്യമായ വിവരം ഗവർണർ ഓരോ സംസ്ഥാനങ്ങളിലെയും ഗവർണർമാർക്കുണ്ട്. അപ്പം ആർലേക്കർ ആണെങ്കിലും നേരത്തെ തന്നെ മുൻ ഗവർണർ ആണെങ്കിലും അവർക്ക് കൃത്യമായ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനങ്ങളുമായിട്ടുള്ള ചില ശീതയുദ്ധങ്ങൾ അവർ നടത്തുന്നത്. അവർക്കറിയാം ഈ ഗവർണർമാർ എല്ലാ കാലത്തും അധികാരം കാണിക്കുന്നത് ഏത് പാർട്ടിയാണോ കേന്ദ്രം ഭരിക്കുന്നത് ആ പാർട്ടിക്കെതിരെ നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയാണെന്നാണ് DMK ഉൾപ്പെടെയുള്ള പാർട്ടികൾ പറയുന്നത്. പക്ഷെ അത് അവർക്ക് പറയാലോ. പക്ഷേ ഗവർണർ അതിരൂക്ഷമായിട്ടാണ് പല കാര്യങ്ങളും പറഞ്ഞ് വിമർശിക്കുന്നത്. അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് അതിൻ്റെ ഒരു നിയമവശങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിമർശിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതിനു മുമ്പൊക്കെ ഗവർണർമാരെന്ന് പറയുമ്പോൾ നമുക്കധികം പരിചിതമല്ലായിരുന്നു. ഒരു പക്ഷേ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ മുതലാണ് സത്യം പറഞ്ഞാൽ ഗവർണർ ഇങ്ങനെ ഒരാള് നമ്മുടെ ഓരോ സംസ്ഥാനത്തും ഉണ്ടെന്നുള്ളൊരു ഓളമൊക്കെ വന്നു തുടങ്ങിയത്. അതുവഴിയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഓളവും ഇല്ല, ഒന്നുമില്ല. പിന്നീടാണ് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പോലീസുകാരും അതും ഇതും എന്നും മാർച്ചും ഒക്കെ. ആരിഫ് മുഹമ്മദ് ഖാന്റെ ആ ഒരു പിണറായി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഇപ്പോഴും ഇരിക്കുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു പ്രതിപക്ഷ നേതാവിന് തുല്യമായി പെരുമാറി. അതെ 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 എന്നും ഒരു ശീതയുദ്ധം തന്നെയായിരുന്നു അവർ തമ്മിൽ. പിന്നീട് ഇപ്പോൾ ആർലേക്കർ വന്നതിന് ശേഷമാണ് ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടായത്. അപ്പൊ ഇതിനൊക്കെ മുൻപേയും ഗവർണർമാരുണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള ബില്ലുകൾ പാസ്സായിരുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ അന്നൊന്നും ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ഗവർണർമാരും ഈ പറയുന്ന ഭരണാധികാരികൾ അല്ലെങ്കിൽ ഭരിക്കുന്നവരും തമ്മിൽ ചെറിയ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. കാരണം മുൻപുള്ളതിനേക്കാളും വില്ലന്മാർ എന്ന് തന്നെ ഞാൻ പറയും ഗവർണർമാരെ. കാരണം ഇവർ നന്നായിട്ട് അരച്ച് കലക്കി കുടിച്ചിട്ടാണ് ഭരണഘടന എന്താണ് ഒരു പക്ഷേ ഈ പിണറായിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന എനിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രീജിത്തിനോ ഒക്കെ ഭരണഘടന എന്താന്നുള്ള ഒരു ആമുഖത്തിനേക്കാളോ അപ്പുറം നന്നായിട്ട് അരച്ച് കലച്ച് കുടിച്ച് ഇതിന്റെ നിയമങ്ങളും നിയമവശങ്ങളും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പ്രതിരോധിക്കണം. കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയാം ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പിണറായി നടത്തിയതൊക്കെ ഒരുമാതിരി 8 നില പലതും പൊട്ടിപ്പോയിട്ടുണ്ട്. അദ്ദേഹം ഒരു കൂസലും ഇല്ലാണ്ടാണ്. DMKയും സ്റ്റാലിനും എല്ലാം പറയുന്നത് കേന്ദ്ര സർക്കാർ തങ്ങളുടെ നയങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതാണ്. ഗവർണറിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അത് സംസ്ഥാനത്തെ ഗവൺമെന്റിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു. തങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുത്തതാണ്. പക്ഷെ ഗവർണർ അങ്ങനെയല്ല, കേന്ദ്ര സർക്കാരിന്റെ നോമിനിയായി വന്ന് സംസ്ഥാനത്ത് ഭരണം നടത്താനും കൂടുതൽ അധികാരം നടത്താനുമുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ കോടതിയെ സമീപിച്ചപ്പോൾ കോടതി അവർക്ക് ഒരു അനുകൂലമായ ഒരു തീരുമാനം എടുത്തു. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഇപ്പൊ ആർലേക്കർ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കോടതിക്കും സുപ്രീം കോടതിക്കും ഗവർണറിനെയോ രാഷ്ട്രപതിയോ ചോദ്യം ചെയ്യാൻ
വകുപ്പില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഇങ്ങനെയൊന്നും സുപ്രീം കോടതിക്ക് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, നിന്നു കൊടുക്കില്ല എന്നുള്ളത് കൃത്യമായി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇവരൊക്കെ നന്നായിട്ട് ഇതിന്റെ നിയമങ്ങളും നിയമവശങ്ങളും ഗവർണർ എന്ന പദവി ഏതൊക്കെ തരത്തിൽ വിനിയോഗിക്കണം, എവിടെയൊക്കെ ബില്ലുകൾ ഒപ്പിട്ട് കൊടുക്കണം, എന്തൊക്കെ ഒപ്പിടണ്ടെന്നുള്ള കൃത്യമായിട്ട് അറിയാം. ഒരു പക്ഷെ നേരത്തെ മുൻ ഇരുന്ന ഗവർണർമാരെ അപേക്ഷിച്ച് ഇപ്പോഴുള്ളവർ നന്നായിട്ട് പഠിച്ചിട്ടാണ് വരുന്നത്. അല്ലാതെ കേന്ദ്രത്തിന്റെ ഒരു നീക്കത്തിന്റെ ഫലമായിട്ട് ഗവർണർ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവി ചൂഷണം ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹം വിനിയോഗിക്കാനോ തയ്യാറാകില്ല. ഈവൻ രാഷ്ട്രപതി പോലും അങ്ങനെ ഇരിക്കുവല്ലോ ഈ രണ്ട് സ്ഥാനത്ത്. കേന്ദ്രം പറയുന്നത് കേട്ടിരിക്കുവല്ലോ. ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കുന്നു, അത് നിയമമായി മാറണമെങ്കിൽ ഗവർണറുടെ ഒപ്പ് വേണം. ഏത് തന്നെയായാലും ഒരു ഭരണഘടന വിരുദ്ധമായിട്ട് ഒന്നും ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം കേന്ദ്രം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഭരണഘടന വിരുദ്ധമായിട്ട് ഒരു ബില്ലിൽ ഒപ്പിട്ട് കൊടുക്കാനോ ഇവർക്ക് സാധിക്കില്ല. അത് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നിയമസഭ പാസ്സാക്കുന്ന ബില്ല് ഗവർണറെ പോലെ രാഷ്ട്രപതിക്ക് 3 മാസം സമയപരിധി ബാധകമെന്നും വീറ്റോ അധികാരമില്ലെന്നും സുപ്രീം കോടതി ഇപ്പൊ പറഞ്ഞു. പക്ഷെ മാത്രമല്ല, അതിപ്പോ വെബ്സൈറ്റിൽ ഈ സുപ്രീം കോടതി ഈ ഒരു വിധി പകർപ്പ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തതോടെയാണ് ആർലേക്കർ ഇതിനൊരു രൂക്ഷ വിമർശനം എന്ന് തന്നെ പറയാൻ നടത്തിയത്. കാരണം അതിനും കാരണമുണ്ട്. ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് വഴിയാണ് നടത്തുന്നത്. ഒരു ഭേദഗതി വരുത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു നിയമത്തിന്റെയോ അല്ലെങ്കിൽ ഭരണഘടനാ സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും കാര്യത്തിനോ ഭേദഗതി വരുത്തണമെങ്കിൽ അത് പാർലമെന്റിനോ അല്ലെങ്കിൽ നിയമസഭയ്ക്കോ ഒക്കെ പറ്റത്തുള്ളൂ. ആ അധികാര പരിധിയിൽ വരുന്നതാണ്. പക്ഷെ സുപ്രീം കോടതി ഇപ്പൊ അതാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭേദഗതിയാണ് ചെയ്തിരിക്കുന്നത്. 3 മാസത്തിനകത്ത് രാഷ്ട്രപതിയും ഗവർണറും ഒക്കെ ഒപ്പിട്ട് കൊടുക്കണം എന്നൊക്കെ ഉള്ള ഒരു വിധി നടത്താൻ സുപ്രീം കോടതിക്ക് അവിടെ നിയമമില്ല. അത് ചെയ്യേണ്ടത് പാർലമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. സുപ്രീം കോടതി സമയപരിധി നിശ്ചയിക്കുമ്പോൾ അത് ഭരണഘടന ഭേദഗതിയിൽ വരുന്നതായും കോടതി ഭേദഗതി വരുത്തിയാൽ നിയമസഭയുടെയും പാർലമെന്റിന്റെയും ആവശ്യം എന്താണ്? 2 ജഡ്ജിമാർ ചേർന്ന് ഇങ്ങനെ തീരുമാനം എടുക്കുന്നത് അതിര് കടന്നു എന്നുള്ളതാണ് ആർലേക്കർ. കാരണം അദ്ദേഹത്തിന് അത് ആർലേക്കർ പെട്ടെന്ന് ഈ വിധി വന്നപ്പോ പറഞ്ഞതല്ല. അദ്ദേഹം ഒരു ദിവസം അവിടെ വെയിറ്റ് ചെയ്തു. അറിയാമോ, ഒരു ദിവസം അദ്ദേഹം അത് ആ വെയിറ്റിംഗ് അദ്ദേഹം ഇതിന് മറുപടി ഒന്നും പറയാതെ ഇന്നലെയാണ് അദ്ദേഹം അതിന്റെ മറുപടി നൽകിയത്. കാരണം അദ്ദേഹം ഒരു ദിവസം ഈ വിധി വന്നു, വെബ്സൈറ്റിൽ നിന്ന് അദ്ദേഹം കണ്ടു, അത് കൃത്യമായിട്ട് ദീർഘവീക്ഷണത്തോടെ അദ്ദേഹം നന്നായിട്ട് പഠിച്ചു. ഭരണഘടനയിൽ കുറച്ചുകൂടി ഇതിനകത്തെ നിയമങ്ങളും നിയമ സാധ്യതകളും പഠിച്ചതിന് ശേഷമാണ് സുപ്രീം കോടതിയാണ് ഒരു ഗവർണർ വിമർശിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഇപ്പൊ രാഷ്ട്രപതിയെ ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല. ഇത്തരത്തിലുള്ള ഒരു ഭേദഗതി വരുത്തുവാണെങ്കിൽ പിന്നെ ഈ പാർലമെന്റ് നിയമസഭയെ എന്തിനെന്നൊരു ചോദ്യമാണ് ആർലേക്കർ ഉന്നയിക്കുന്നത്. അതും ശരിയാണ്. ആ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് ശരിയാണ്. അപ്പൊ സുപ്രീം കോടതി ഒന്നും ഇപ്പൊ നമുക്ക് ഇവിടെ ഇരുന്ന് വിമർശിക്കാൻ പറ്റില്ല. ഉടനെ നമുക്ക് കേസ് നമ്മളെ തൂത്തുവാരി എടുത്തോണ്ട് പോകും. പക്ഷേ അദ്ദേഹം അത് വിമർശിക്കണം എന്നുണ്ടെങ്കിൽ, അദ്ദേഹം ആ പദവിയിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം അരച്ചു കലിച്ച് കുടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ ആർലേക്കർ പറയുന്നത്, ഞാനും ഇപ്പൊ കേരള പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ല. മുഹമ്മദ് ഖാന്റെ സമയത്തും ഇതിന് സമാനമായി പല ബില്ലുകളും അതെ ഗവർണറുടെ മുന്നിൽ വരും. അദ്ദേഹം ഈ ഒപ്പിടാതെ പിടിച്ചു വയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. കാരണം അതും അദ്ദേഹം പറയുന്നുണ്ട്, ഇതിന്റെ മുൻകാലങ്ങളിലുള്ള പല ബില്ലുകളും പാസ്സായി വന്നിട്ടില്ല. കാരണം അത് രാഷ്ട്രപതിയുടെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് ഒപ്പിട്ട് കിട്ടിയില്ല. അതിനെന്തെങ്കിലും കാരണങ്ങൾ കാണും. അല്ലെങ്കിൽ അതിന്റെ ഒരു സമയപരിധി എന്ന് പറയുന്നത് 3 മാസം എന്നുള്ളത് അത് സുപ്രീം കോടതി പറയേണ്ട കാര്യമില്ല. അവർക്കറിയാം അത് എപ്പോൾ ഇത് ബില്ല് പാസ്സാക്കണം. അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും നൂലാമാലകളാണ്. വെറും പഠിക്കാതെ ഇത് കൊണ്ടുവന്ന് ഒപ്പിടാൻ പറ്റില്ലല്ലോ. അതിന് അവരുടേതായ കാര്യങ്ങൾ കാണാം. അതിന് വെയിറ്റ് ചെയ്യണം. അത് പക്ഷെ ആർലേക്കർ പറയുന്നത്, എന്റെ ബെഞ്ചിൽ വരുന്ന, എന്റെ ഡെസ്കിൽ വരുന്ന ഒരു ബില്ലുകളും ഞാൻ പാസ്സാക്കാതെ ഇരുന്നിട്ടില്ല. പാസ്സാക്കേണ്ടെന്ന് ഞാൻ പാസ്സാക്കി തന്നെ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ അത് പാസ്സാക്കി വിടുന്നുണ്ട്. കാരണം എന്റെ ബെഞ്ചിൽ ഞാൻ കൃത്യമായിട്ട് എന്റെ ജോലി ചെയ്യാൻ, അതിന് മുൻപുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. ഞാനിപ്പോൾ മുഖ്യമന്ത്രിയുമായിട്ട് ഞങ്ങൾ നല്ല സൗഹൃദത്തിലാണ്. വേണ്ടുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്താണ് ഞങ്ങളിപ്പോൾ തീരുമാനിക്കുന്നത്. ഞാൻ അദ്ദേഹവുമായിട്ട് പിണക്കത്തിനോ മറ്റൊന്നും. പക്ഷെ എന്നാൽ തെറ്റായിട്ടുള്ള വല്ല എന്തെങ്കിലും കാര്യങ്ങളോ തീരുമാനങ്ങളോ അല്ലെങ്കിൽ ബില്ലുകളോ ആണെങ്കിൽ ചർച്ച ചെയ്യും. ചർച്ചയിലൂടെ പരിഹരിച്ചാലും പിന്നെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആറിലേക്ക് വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് എന്തോ ഒരു ശ്വാസം വീണതുപോലെ, മറ്റേ സാത്താനെ കണ്ട കുരിശ് പോലെ ആയിരുന്നു ആരിഫിനെ കാണുമ്പോൾ മുഖ്യമന്ത്രിക്ക്. പക്ഷെ ആറിലേക്ക് വന്നപ്പോൾ തന്നെ വലിയ സ്വീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ആരിഫ് മുഹമ്മദ് ഖാൻ പോയപ്പോൾ മുഖ്യമന്ത്രി ചെന്ന് കണ്ടോന്ന് പോലും നമുക്കറിയില്ല. ഒരു സല്യൂട്ട് പോലും നൽകി അദ്ദേഹത്തിനെ പറഞ്ഞയച്ചിട്ടില്ല.
അപ്പം പക്ഷെ ആർലേക്കർ വന്നപ്പോൾ വലിയൊരു സ്വീകരണമായിരുന്നു. അതിൽ തന്നെ നമുക്കറിയാം ആർലേക്കറുമായിട്ട് മുഖ്യമന്ത്രി മുഹമ്മദ് ഖാൻ തുടക്കം വന്നപ്പോഴും പിണറായി വിജയനുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. അതെ അതെ, പിന്നീടാണ് സ്വരച്ചേർച്ച. അപ്പൊ ആദ്യമായിട്ട് ഒരു ബന്ധമുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ ചിന്തിക്കാൻ പറ്റി എവിടെയാണ് പാകപ്പിഴയുണ്ട്. അതും ആർലേക്കർ പറയുന്നുണ്ട്, ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ ഒരു കൈ കൊണ്ട് കൊട്ടിയാൽ സൗണ്ട് ഉണ്ടാവില്ലല്ലോ എന്ന് ആർലേക്കർ ഇപ്പൊ പറയുന്നുണ്ട്. ഒരിടത്ത് അത് സത്യമല്ലോ, ഒരിടത്ത് ഒരു ഭാഗത്ത് മാത്രം കൊട്ടിയ സൗണ്ട് ഒരു ഇത് വരത്തില്ല, മറുഭാഗവും കൂടെ നിൽക്കണം. മറുഭാഗത്തും കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവിടെ ഒരു ഡിസ്പ്യൂട്ടോ അല്ലെങ്കിൽ ഒരു തർക്കങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം ആരിഫ് മുഹമ്മദ് ഖാനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ബില്ലുകൾ ഇപ്പൊ സർവകലാശാല ബില്ലുകൾ ഉൾപ്പെടെയുള്ള പലതിലും അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് അത് ബില്ല് പാസ്സാക്കാൻ പറ്റത്തില്ല, കാരണം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തെ അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ രാഷ്ട്രപതിക്കും പെട്ടെന്ന്, രാഷ്ട്രപതി എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ കാര്യം മാത്രം അല്ലല്ലോ നോക്കുന്നത്. ഇപ്പൊ ഒരു പക്ഷെ ഗവർണർ ഒരു സംസ്ഥാനത്തെ കാര്യം മാത്രമാണ്, പക്ഷെ രാഷ്ട്രപതി എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തിന്റെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഭരണഘടനാപരമായിട്ട് ഒരു സംവിധാനത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അപ്പം അത്തരത്തിൽ ഈ സംസ്ഥാനങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ അവർക്കത് ചെയ്യേണ്ടതായിട്ടുള്ള സമയം വേണം, അതിന് കൊടുക്കുകയാണ് വേണ്ടി. ഇപ്പോൾ നമുക്കറിയാം സ്റ്റാലിൻ കുറെ നാളുകളായിട്ട് കേന്ദ്രത്തിനെതിരെ നടത്തുന്ന കുറെ തർക്കങ്ങളുണ്ട്. അത് ഭാഷാപരമായിട്ടുള്ള കാര്യത്തിന് ഹിന്ദി ഭാഷ തമിഴ്നാട്ടിൽ കൊണ്ടുവരുന്നതിനോട് അദ്ദേഹം എതിർത്തും, തമിഴ് ഭാഷ തന്നെ ഇത് ചെയ്യണം, അതിനും കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മറുപടി മോദി, അറിയാമല്ലോ. അതിന് തമിഴിൽ തന്നെ ഒപ്പിട്ടുകൊണ്ട് വന്നാൽ മതിയെന്ന്. കാരണം ഇന്നത്തെ കാലത്ത് മിക്ക ആൾക്കാരും ഇംഗ്ലീഷിലാണ് ഒപ്പിടുന്നത്. നിങ്ങൾ തമിഴ് ഭാഷയാണ് സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ തമിഴിൽ ഒപ്പിട്ട് പഠിക്കണം. അത് നല്ലൊരു തിരിച്ചടിയാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഭാഷ മാത്രമല്ല, പല കാര്യങ്ങൾക്കും സ്റ്റാലിൻ മോദിയായിട്ട് ഇപ്പോൾ ഒരു തർക്കത്തിലാണ്. സ്റ്റാലിന്റെ ആവശ്യം ഇനിയിപ്പോൾ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്കാണ്, അല്ലെങ്കിൽ താൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് തമിഴ്നാട്ടുകാരെ കുറച്ച് ബോധിപ്പിക്കണം. ഇല്ല കുളത്തിലെ തവളയാണ് സ്റ്റാലിൻ എന്നുള്ള സ്റ്റാലിൻ പലപ്പോഴും മറന്നു പോകുന്നു. അപ്പൊ ഗവർണർ ഇപ്പൊ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഗവർണറും രാഷ്ട്രപതി ഒപ്പിടാത്ത ബില്ലുകൾ ഇപ്പം സ്വയം പാസ്സാക്കിയിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ നമുക്കറിയാം എന്താണ് ഇപ്പൊ സുപ്രീം കോടതി വിധിയെ എന്തുമാത്രം കേന്ദ്രം അത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്, അത് പാർലമെന്റിൽ അത് എങ്ങനെയൊക്കെ ഒരു സംസാര വിഷയം, ചർച്ചാ വിഷയം വരും, അല്ലെങ്കിൽ ഇതിന് എന്തായിരിക്കും. കാരണം ഒരു ഭേദഗതി ഒരിക്കലും ഭരണഘടനയിൽപ്പെടുത്താൻ സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ ഒന്നും പറ്റില്ല. അത് പാർലമെന്റ് കൂടി ആലോചിച്ച് ചേർന്നെടുക്കേണ്ടുന്ന ഒരു തീരുമാനമാണ്. അതിൽ രണ്ട് ജഡ്ജിമാരിരുന്ന് അതിന്റെ വിധി പ്രസ്താവിക്കുക എന്ന് പറയുന്നത് അത് ഒരു ന്യായമായിട്ട് വരത്തില്ല. എന്തായാലും സ്റ്റാലിന് കേന്ദ്രം ഇനി അടുത്ത പണി എന്താണ് കൊടുക്കുന്നതെന്ന് നന്നായിട്ട് നമുക്ക് നോക്കാം. മാത്രമല്ല ആർലേക്കർ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയുമായിട്ട് ഒരു നല്ല രമ്യതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് എത്തരത്തിലാകുമെന്നുള്ളതും നമുക്ക് നോക്കിയറിയാം.